Dear students, welcome to Learner's World. In this video, I'm going to talk about The Face of Judas Iscariot by Bonnie Chamberlain, FAUGP AC English Literature, first semester, Calcutta University. Summary of The Face of Judas Iscariot by Bonnie Chamberlain. The Face of Judas Iscariot is a moral and symbolic tale narrated by an old priest centering on the life of a great Sicilian artist and his long, difficult search for models to complete his masterpiece. The ഫേസ് ഓഫ് ജൂദാസ് ഇസ്കാരിയറ്റ് എന്ന് പറയുന്നത് ഒരു മോറൽ ആൻഡ് സിംബോളിക് ടെയിലാണ്. ഇത് നരേറ്റ് ചെയ്തിരിക്കുന്നത് ഓൾഡ് പ്രീസ്റ്റ് ആണ്. അതായത് ഒരു സിസിലിയൻ ആർട്ടിസ്റ്റ്, ഒരു പെയിൻറ്ററുടെ ജീവിതത്തിലുള്ള അനുഭവങ്ങളാണ്. അതായത് തൻ്റെ മാസ്റ്റർ പീസ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മോഡൽസിനെ തപ്പി നടക്കുന്ന ഒരു പെയിൻറ്ററാണ് നമുക്കിതിൽ കാണാൻ കഴിയുന്നത്. ദ സ്റ്റോറി എക്സ്പ്ലോർസ് ദ പ്രൊഫൗണ്ട് തീംസ് ഓഫ് ഇന്നസെൻസ്, കറപ്ഷൻ, ഹ്യൂമൻ വീക്ക്നെസ് ആൻഡ് ദ ട്രാജിക് ട്രാൻസ്ഫോർമേഷൻ കോസ്ഡ് ബൈ ലൈഫ് ടെംപ്റ്റേഷൻസ്. സ്റ്റോറിയിൽ എക്സ്പ്ലോർ ചെയ്യുന്ന ഇമ്പോർട്ടൻറ്റ് തീംസ് എന്ന് പറയുന്നത് ഇന്നസെൻസ്, അതായത് നിഷ്കളങ്കത, അതോടൊപ്പം തന്നെ കറപ്ഷൻ, അഴിമതി, അതായത് നമ്മൾ തെറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ഫേസ്, ഹ്യൂമൻ വീക്ക്നെസ്സസ്, മനുഷ്യരുടെ ദൗർബല്യം, അതുപോലെ നമ്മൾ പ്രലോഭനങ്ങൾ കാരണം നമ്മൾ നമ്മുടെ ലൈഫിലുണ്ടാകുന്ന ട്രാജിക് ട്രാൻസ്ഫോർമേഷൻ തുടങ്ങിയിട്ടുള്ളതൊക്കെയാണ് ഇതിൽ ഇമ്പോർട്ടൻറ്റ് തീംസായിട്ട് വരുന്നത്. A renowned painter in a Sicilian town is commissioned to create a magnificent mural depicting the entire life of Jesus Christ for the cathedral. അപ്പോൾ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു പെയിൻറ്ററാണ് സിസിലിയൻ ടൗണിൽ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനോട് അവിടുത്തെ പള്ളി ആവശ്യപ്പെടുകയാണ്, ഒരു ചുമർ ചിത്രം നിർമ്മിക്കണം, അതായത് പെയിൻറ്റ് ചെയ്യണം, ജീസസ് ക്രൈസ്റ്റിൻ്റെ മുഴുവൻ ജീവിതവും ഉൾപ്പെടുന്ന ഒരു ചുമർ ചിത്രം നിർമ്മിക്കാൻ, പെയിൻറ്റ് ചെയ്യാൻ പറയാണ്. ഓവർ മെനി ഇയേഴ്സ് ഹി കംപ്ലീറ്റ്സ് ഓൾ പോർഷൻസ് ഓഫ് ദ മ്യൂറൽ എക്സെപ്റ്റ് ഫോർ ടു ക്രൂഷ്യൽ ഫേസസ്, ദ ക്രൈസ്റ്റ് ചൈൽഡ് ആൻഡ് ജൂദാസ് ഇസ്കാരിയറ്റ് ദ ബിട്രയർ. അദ്ദേഹം വർഷങ്ങളായിട്ട് എടുത്തു ഈ പെയിൻറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അദ്ദേഹം എല്ലാ ഭാഗവും കംപ്ലീറ്റ് ചെയ്തു ഈ ഒരു ചുമർ ചിത്രത്തിൻ്റെ. പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ഫേസസ് മാത്രം കംപ്ലീറ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അതൊന്ന് ക്രൈസ്റ്റ് ചൈൽഡും ആയിരുന്നു, അതായത് ജീസസ് ക്രൈസ്റ്റ് കുട്ടിയായിരുന്ന സമയത്തും ഉള്ള ആ ഒരു ഇന്നസെൻസ് ഫേസും, രണ്ടാമത്തെ ജൂദാസ് ഇസ്കാരിയറ്റ്, ചതിയുടെയും വഞ്ചനയുടെയും തിന്മയുടെയും ഒക്കെ മുഖമായിട്ടുള്ള ജൂദാസ് ഇസ്കാരിയറ്റിൻ്റെ ഫേസുമായിരുന്നു. ഇത് കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നാണ് പറയുന്നത്. ഡെസ്പൈറ്റ് ഹിസ് സ്കിൽ ഹി കനോട്ട് പെയിൻറ്റ് ദീസ് ഫിഗേഴ്സ് വിത്തൗട്ട് ദ റൈറ്റ് മോഡൽസ്, വൺ റെപ്രസെൻറ്റിങ് ഡിവൈൻ ഇന്നസെൻസ്, ദ അതർ റെപ്രസെൻറ്റിങ് അൾട്ടിമേറ്റ് ഡിപ്രവിറ്റി. അപ്പോൾ അദ്ദേഹത്തിന് ഈ 2 ഫേസും പെയിൻറ്റ് ചെയ്യണമെങ്കിൽ അതിന് പറ്റിയ മോഡൽസ് വേണം, എന്നെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് പെയിൻറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. ഒന്നാ ഒരു ഇന്നസെൻ്റ് ആയിട്ടുള്ള ജീസസ് ക്രൈസ്റ്റിൻ്റെ ചൈൽഡ് ആ ഒരു ഫേസ്, രണ്ടാമത്തെ അതായത് ചതിയും വഞ്ചനയും ഒക്കെയുള്ള ജൂദാസ് ഇസ്കാരിയറ്റിൻ്റെ ആ ഒരു ക്രൂരമായിട്ടുള്ള ഫേസ്, ഇതിന് നല്ല ശരിയായിട്ടുള്ള മോഡൽസിന് അദ്ദേഹത്തിന് വേണമായിരുന്നു. ദസ് ബിഗിൻസ് ഇസ് ലോങ് ആൻഡ് എക്സോസ്റ്റിംഗ് സെർച്ച്. അന്ന് മുതൽ തുടങ്ങിയതാണ് ഈ ഒരു മോഡൽസിനെ തിരഞ്ഞുള്ള യാത്ര. One day while roaming the town, the artist discovers a 12-year-old boy playing in the street. ഒരിക്കൽ നമ്മുടെ ഈ പെയിൻറ്റർ ടൗണിലൂടെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടന്ന സമയത്ത് അദ്ദേഹം ഒരു 12-year-old ആയിട്ടുള്ള ഒരു കുട്ടി ഇങ്ങനെ തെരുവിൽ കളിക്കുന്നതായിട്ട് കണ്ടു. Despite being dirty and poorly dressed, the boy has a luminous and angelic face that immediately captivates the artist's heart. അപ്പോൾ ആ കുട്ടി കളിക്കുകയായിരുന്നു, പക്ഷേ ആ കുട്ടിയുടെ ഡ്രസ്സൊക്കെ വളരെ പൂറായിരുന്നു, അതായത് ഒരുപാട് അഴുക്കൊക്കെ പറ്റിയിട്ടുണ്ട്. പക്ഷേ കുട്ടിയുടെ മുഖം വളരെ ഇന്നസെൻ്റ് ആയിരുന്നു, വളരെ നിഷ്കളങ്കത തുളുമ്പിയിട്ടുള്ള ഒരു ഏഞ്ചലിക് ഫേസ് ആയിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ ആ കുട്ടീനെയും കൊണ്ട് പോവുകയാണ്. He takes the boy home, cleans him up and paints him as a Christ child. അദ്ദേഹം എന്ത് ചെയ്തു, ആ കുട്ടിയെ ക്ലീൻ ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. എന്നിട്ട് ജീസസ് ക്രൈസ്റ്റിൻ്റെ ചൈൽഡായിരുന്ന സമയത്തുള്ള ഫേസ് പെയിൻറ്റ് ചെയ്യാൻ ഒരു മോഡലിനെ കിട്ടിയിട്ടുണ്ട്, അത് പെയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ദ ബോയ് സിറ്റ്സ് ഒബീഡിയൻ്റ്ലി ആൻഡ് പേഷ്യൻ്റ്ലി ആൻഡ് ദ ആർട്ടിസ്റ്റ് ഫിനിഷസ് ദ പോർട്രേറ്റ് വിത്ത് ഗ്രേറ്റ് സാറ്റിസ്ഫാക്ഷൻ. അങ്ങനെ കുട്ടി വളരെ അനുസരണയോട് കൂടിയിട്ട് മോഡലായിട്ട് ഇരിക്കുകയാണ്. അങ്ങനെ പെയിൻറ്ററിന് വളരെ സാറ്റിസ്ഫാക്ഷൻ തോന്നി. although one half of his vision is complete, the second half, the face of Judas remains elusive. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ ഒരു മാസ്റ്റർ പീസിൻ്റെ ഒരു ഫേസ് കംപ്ലീറ്റ് ചെയ്തു, ഇനി ജൂദാസിൻ്റെ ഫേസ് മാത്രമേ അദ്ദേഹത്തിൻ്റെ മുമ്പിലുള്ളൂ എന്നാണ് പറയുന്നത്.
For years, the mural remains unfinished, and the painter grows anxious and fearful that he may never find a face wicked enough to match his imagination. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു, പക്ഷേ ആ ഒരു ചുമർ ചിത്രം ഇപ്പോഴും ഫിനിഷ്ഡ് ആയിട്ടില്ല, കംപ്ലീറ്റഡ് ആയിട്ടില്ല. അങ്ങനെ നമ്മുടെ ചിത്രകാരന് ഒരേ സമയം ഉത്കണ്ഠയുണ്ട്, അതോടൊപ്പം തന്നെ പേടിയുണ്ട്. അതായത് തനിക്ക് പറ്റിയിട്ടുള്ള തൻ്റെ ഇമാജിനേഷനിലുള്ള ആ ഒരു ജൂദാസ് ഇസ്കാരിയോറ്റിൻ്റെ ഫേസിന് പറ്റിയൊരു മോഡലിനെ കിട്ടില്ലേ എന്നുള്ളൊരു ആശങ്കയുണ്ടായിരുന്നു. As time passes, the artist receives many offers from men eager to be immortalized as Judas, but none possess the deeply corrupted expression he seeks. അങ്ങനെ ഒരുപാട് കാലം കഴിഞ്ഞു പോയി, ഒരുപാട് ആർട്ടിസ്റ്റുകൾ വന്നു ഞങ്ങൾ ജൂദാസ് ഇസ്കാരിയോറ്റിൻ്റെ മോഡലായി നിൽക്കാമെന്ന്. പക്ഷെ അവരിലൊന്നും അത്രയധികം തിന്മ അവരുടെ ഫേസിലൊന്നും ചിത്രകാരന് കാണാൻ കഴിഞ്ഞില്ല. It is only years later, while resting in a tavern, that he finds a face that shocks him. A gone, degraded man stumbling in despair and pleading for wine. അങ്ങനെ ഒരുപാട് വർഷം കഴിഞ്ഞു. ഒരിക്കൽ ഒരു കള്ള് ഷാപ്പിൽ ഇങ്ങനെ റെസ്റ്റ് ചെയ്യായിരുന്നു ചിത്രകാരൻ. ആ സമയത്താണ് ഒരു ഫേസ് അദ്ദേഹം കണ്ടെത്തുന്നത്. അതായത് ഒരുപാട് തിന്മകൾ നിറഞ്ഞ് മുഖമാകെ ആ ഒരു അവസ്ഥയിലായിട്ടുള്ള കള്ള് കുടിച്ച് പൂസായി കിടക്കുന്ന ഒരു മനുഷ്യനെ കണ്ടു. His face bears marks of sin, suffering and moral decay, exactly what the painter envisioned for Judas. അയാളുടെ മുഖം കണ്ടാൽ തന്നെ ഒരുപാട് തിന്മകൾ ചെയ്ത് ഉള്ള ഒരു മുഖമായിട്ട് അദ്ദേഹത്തിന് തോന്നി. ജൂദാസ് ഇസ്കാരിയോറ്റിൻ്റെ ആ ഒരു ഫേസ് പോലെ, തൻ്റെ ഇമാജിനേഷനിലുള്ള ആ ഒരു ഫേസ് പോലെ തോന്നി. The artist shelters him, offering warm food and rest in exchange for modeling. ആ സമയത്ത് നമ്മുടെ ചിത്രകാരന് വളരെയധികം സന്തോഷമായി. തൻ്റെ ഇമാജിനേഷൻ, തൻ്റെ ഭാവനയിലുള്ള ആ ഒരു മുഖമാണ്, ആ ഒരു മോഡലാണ് തൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. അങ്ങനെ അയാളെ വീട്ടിൽ കൊണ്ടുപോയി ഷെൽട്ടർ നൽകി, ഫുഡ് നൽകി, അതിനെ അയാളെ മോഡലായിട്ട് ഇരുത്തുകയാണ്. While the artist works feverishly to complete the mural, the model grows increasingly disturbed. അങ്ങനെ ഈ ഒരു ചുമർ ചിത്രം കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഈ ഒരു ഫേസ് വരച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്തിൽ ഈ മനുഷ്യൻ, ഈ ഒരു മോഡൽ വളരെ ഡിസ്റ്റർബ്ഡായി. ആഫ്റ്റർ ഡേയ്സ് ഓഫ് പോസിങ് ഹി ഫൈനലി ബ്രേക്സ് ഡൗൺ ഇൻ ടിയേഴ്സ്. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ ഇതിങ്ങനെ മോഡലായിട്ട് പോസ് ചെയ്യണമല്ലോ. പക്ഷേ ആ ഒരു സമയത്ത് അയാൾ ആകെ തകർന്ന് കണ്ണിൽ നിന്നൊക്കെ കണ്ണുനീര് വരാൻ തുടങ്ങി. He finally breaks down in tears when the painter asks what troubles him. The man reveals devastating truth. He was the same boy who had posed years earlier as a Christ child. അങ്ങനെ ചിത്രകാരൻ ചോദിക്കണം, എന്താ നിങ്ങൾക്ക് പറ്റിയത്, എന്തിനാണ് നിങ്ങൾ കരയുന്നത്? ആ സമയത്ത് ഈ മനുഷ്യൻ പറയണം, ഈ ഒരു മോഡൽ പറയണം, അതായത് ഞാനായിരുന്നു നിങ്ങളുടെ ജീസസ് ക്രൈസ്റ്റിൻ്റെ ചൈൽഡായിട്ടുള്ള മോഡലായിരുന്നു ഞാൻ. അതായത് ആ ഒരു ഇന്നസെൻറ്റ് ഫേസിൽ നിന്ന് ഇന്നത്തെ ജൂദാസ് ഇസ്കാരിയോറ്റിൻ്റെ ഫേസിലേക്കുള്ള ആ ഒരു ട്രാൻസ്ഫോർമേഷൻ അദ്ദേഹം ഇവിടെ റിവീൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. This haunting revelation underscores the story's powerful message, how innocence can transformed into ruin by the passage of time and the destructive choices one makes, showing that the potential for both purity and corruption exists within every human being. അപ്പോൾ ഈ ഒരു സ്റ്റോറി നമുക്ക് തരുന്ന ഒരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ, അതായത് നമ്മളുടെ ഓരോ മനുഷ്യരുടെ ഇടയിലും ഇന്നസെൻസും അതോടൊപ്പം തന്നെ കറപ്ഷനും തെറ്റുകളും നന്മകളും ഉള്ള രണ്ട് ഫേസുകൾ നമുക്കുണ്ട്. അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇന്നസെൻറ്റ് ഫേസിൽ നിന്ന് ആ ഒരു കറപ്ഷൻ ഫേസിലേക്കുള്ള ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിലുടനീളം നമ്മൾക്ക് വരുന്ന ടെംപ്റ്റേഷൻസ്, ഇതിൽ നിന്ന് നമ്മൾ തിന്മകൾ ചെയ്യുന്നു, അതിലൂടെയാണ് ഈ ഒരു ജൂദാസ് ഇസ്കാരിയോറ്റ് മോഡലിലേക്ക് നയിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഓരോ ചോയ്സസാണ്, ഓരോ മനുഷ്യനുള്ള ചോയ്സസാണ്. അതായത് നമ്മൾ ഇന്നസെൻസ് ഫേസ് കീപ്പ് ചെയ്യണോ, ജൂദാസ് ഇസ്കാരിയോറ്റിൻ്റെ ഫേസിലേക്ക് വരണോ എന്നുള്ളതൊക്കെ ഓരോരുത്തരുടെ ചോയ്സുകളാണ് എന്ന് നമുക്ക് ഈ ഒരു സ്റ്റോറിയിൽ നിന്ന് മനസ്സിലാക്കാം. ഓക്കെ, താങ്ക് യു.